ഗവം ഗവാക്ഷൻ നളൻ തുടങ്ങിയിരിക്കുന്ന ദതിമുഖൻ പനസൻ തുടങ്ങിയിരിക്കുന്ന വാനരയൂഥവന്മാരൊക്കെ ചാടി ചാടി അങ്ങോട്ട് പുറപ്പെട്ട അതാ ഓരോ ഭാഗത്തായി ഒക്കെ ആ ഭഗവാന്റെ പിന്നിലായിട്ട് വാനര സൈന്യം മുഴുവൻ ക്ഷണനേരം കൊണ്ടാണ് അണിനിരന്നു. യുക്തോ വാനരസേനയാ സകലകളായിരിക്കുന്ന വാനര സൈന്യത്തോടും യുക്തനായിട്ടാണ് ഭഗവാൻ പുറപ്പെട്ടത്. ഒറ്റയ്ക്കല്ല, വാനര സൈന്യത്തിനെ മുഴുവൻ തന്റെ പിന്നിൽ അണിനിരത്തി. മുമ്പിൽ ലക്ഷ്മണൻ, രണ്ടു ഭാഗത്തും വിഭീഷണനും സുഗ്രീവനും ഒക്കെ ആയിട്ട് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെടാൻ നിശ്ചയിച്ചു. ഏകദേശമൊക്കെ പാകമായി എന്നാ പുറപ്പെടല്ലേ എന്നാണെങ്കിൽ വരട്ടെ, ഒരാളെയും കൂടി കൊണ്ടുപോകാണ്ട്. ആരാത് നോക്കുമ്പോ ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ അങ്ങോട്ട് നോക്കി നോക്കി ഒരു പങ്കില്ല. എന്നാൽ ഈ സേതുബന്ധം സാധിച്ചത് ആഞ്ജനേയൻ ഈ ശ്രീഹനുമാന്റെ ഒരു പരാക്രമോത്സാഹവും കൊണ്ടാണ്. എന്നാൽ ഇതൊന്നും എന്റെ കഴിവല്ല, ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യണു. രാമദാസനാണ്, രാമദൂതനാണ്. രാമ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹനുമാനെ തന്റെ സമീപത്ത് വിളിച്ച് രാജീവലോചനായിരിക്കുന്ന ഈശ്വരൻ, താമരയുടെ അകൈതള് പോലെ നീണ്ടിടംപെട്ട് പരിശുദ്ധങ്ങളായിരിക്കുന്ന തൃക്കണ്ണുകൾ കൊണ്ട് ആ ഹനുമാന്റെ മുഖത്തേക്ക് ഒന്നങ്ങോട്ട് നോക്കി. ഭഗവാന്റെ ഭ്രൂക്കൊടി ഇളകിയ ഹനുമാന് മനസ്സിലാവും. അങ്ങനെയാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ഹനുമാനെ ഭഗവാൻ ഒന്നങ്ങോട്ട് നോക്കിയപ്പോ തന്നെ ഹനുമാന് മനസ്സിലായി എന്താ ഭഗവാൻ ഉദ്ദേശിക്കണത് എന്ന്. വേഗം നേരെ ആ ലക്ഷ്മണകുമാരന്റെ അപ്പുറത്ത് മുമ്പിലേക്കായിട്ട് ഏറ്റവും മുമ്പിൽ അങ്ങോട്ട് പോയി നിന്നു. കൃത്യം പുരസ്കൃത്യ ശ്രീ ഹനുമാനന്യ. ഇതിനു മുമ്പ് ലങ്കയില് പോയിട്ടുള്ള ആള് ഹനുമാന എന്നല്ല, രാവണൻ രാക്ഷസ ചക്രവർത്തിയായതിന്റെ ശേഷം രാവണന്റെ അനുവാദമില്ലാതെ കണ്ട് സൂര്യനും ചന്ദ്രനും കൂടി ലങ്കയിലേക്ക് കടക്കില്ല. എന്താ, രാവണൻ ഒരു ദിവസം ആ പ്രഭാത സമയത്ത് ലങ്കയൊക്കെ കേമായിട്ട് അവിടെ വേണ്ടതൊക്കെ ഉദ്യാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുമ്പോ പ്രഭാതമായപ്പോ രാവണൻ ഒരു ദിവസം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴായേ എന്താ അത്, ഇതൊക്കെ ക്ഷീണായി വാടി നിൽക്കുമല്ലോ. ചില വൃക്ഷങ്ങളൊക്കെ നോക്കിയപ്പോ വാടി ഇങ്ങനെ നിൽക്കണ കണ്ടു. ആരാ അവിടെ? നിങ്ങളല്ലേ ഇവിടെ നോക്കേണ്ട ആളുകളെ? ഞങ്ങളാണ്, ഞങ്ങള് വേണ്ട പോലെ. പിന്നെ എങ്ങനെ ഇരിക്കുവോ? എന്നാ അങ്ങോട്ട് നോക്കിയാ, അടിയിരിക്കും നോക്കിയാ അറിയാം, കടക്കിൽ നോക്കിയാ അറിയാം. വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്. വെള്ളം നനയ്ക്കേണ്ടത് പിന്നെ എന്താ എങ്ങനെയാവണത്? അല്ല, അത് ഞങ്ങളുടെ കുഴപ്പമില്ല. പിന്നെ അത് ആദിത്യൻ, ഇപ്പുറത്തെ ചൂടിപ്പോ ഞാൻ പറഞ്ഞിട്ട് പോണം, നിങ്ങൾക്ക് അറിയാൻ. ശിവ ആ ആദിത്യൻ ഉദിച്ചു വരുമ്പോഴുള്ള രശ്മികൾ തട്ടിയിട്ട് ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വാടുക. ആദിത്യനാ രാവണ ആദിത്യന്റെ പ്രയോഗ. അതെ, പൂവാം എന്ന് പറയാൻ പറ്റാണ്ടേ ആയിരിക്കുന്നു. പൂവാം എന്ന് പറഞ്ഞ വിദ്വാന്മാര് പോണ കാലാണ്. അപ്പോ ഇവിടുന്ന് പൂവാം അടി വായിച്ചു. ഞാൻ പറഞ്ഞല്ലാതെ കണ്ട്, എന്റെ അനുവാദം ഇല്ലാതെ കണ്ട് ലങ്കയിൽ പ്രവേശിക്കാൻ പാടില്ല. ഞാൻ നിർദ്ദേശിക്കുന്ന പ്രകാരേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതിനൊന്നും വൈഷമ്യം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ രാവണനോട് ചോദിച്ചല്ലാണ്ട്, രാവണന്റെ ഇഷ്ടത്തിനല്ലാണ്ട് ലങ്കയിലേക്ക് സൂര്യന് പ്രവേശനം. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി സമയത്ത് ആ രാവണൻ ഉദ്യാനത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ എന്താ രണ്ടെണ്ണം ഇങ്ങനെ വാടിയിരിക്കണത് അവിടെ? അങ്ങനെയാണോ? സ്വതേ തന്നെ അങ്ങനെയായ അങ്ങനെ ആവാൻ വരില്ലല്ലോ. ഇതെന്താ അങ്ങനെ അടഞ്ഞിരിക്കണത്? അത് പ്രഭാതമായാലേ തുറക്കുള്ളൂ. അതെന്താ അത്? ചന്ദ്രൻ ഉദിച്ചാ വാടും. ചന്ദ്രൻ ഉദിക്കണോണ്ടാ അത് വാടുന്നത്. നോക്കി ചന്ദ്രനെ ആട്ടിപ്പായിച്ചു. ഇങ്ങനെ സൂര്യചന്ദ്രന്മാർക്ക് പോലും എവിടെയും ആരോടും അനുവാദം ചോദിക്കാണ്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന സൂര്യചന്ദ്രന്മാർക്ക് പോലും രാവണന്റെ അനുവാദം ഇല്ലാണ്ട് ലങ്കയിലേക്ക് കടക്കാൻ പറ്റില്ല. ആ ലങ്കയെങ്കില് ദേവന്മാര് മനസ്സുകൊണ്ട് പോലും രാവണന്റെ ലങ്കയിലേക്ക് പോകണമെന്ന് സ്മരിക്കില്ല. അങ്ങനെ രാവണബാഹുഗുപ്തയായിരിക്കുന്ന ലങ്ക ത്രികൂടം പർവ്വതത്തിന്റെ ഉപരിപ്രദേശത്തിങ്കൽ 700 യോജന വിസ്താരത്തോടുകൂടി സ്വർണമയ്യായി നീണ്ടു വരണ്ട് കിടക്കുന്ന രാജധാനിയാ. ആ രാജധാനിക്ക് ചുറ്റും
7 മതിലുകള്, കിടങ്ങാ മതില് സ്ഥലങ്ങള്, പിന്നെ കിടങ്ങാ മതില് സ്ഥലങ്ങള്, കിടങ്ങാ മതില് കിടങ്ങ. എന്താ ഈ മതില് എന്തിനാ ഉണ്ടാക്കണേ വെച്ചാൽ അവനോന്റേലുള്ളത് പുറത്തേക്ക് പോകാണ്ടിരിക്കാനും പുറത്തുനിന്നുള്ളത് ഇങ്ങോട്ട് കടക്കാണ്ടിരിക്കാനും. അതിനെന്നെ എല്ലാ വിദ്വാന്മാരും മതിലുണ്ടാക്കണത്. അപ്പൊ ആ മതില് ഇവിടെ ഒരു മതില് പുറപ്പെട്ടിട്ട് വൈഷമ്യമായത് അറിയാലോ. 7 മതില് കിടന്നിട്ട് വേണം ലങ്കയുടെ ഉള്ളിലെത്താൻ. അങ്ങനെയുള്ള ലങ്കയില് ഒറ്റയ്ക്ക് ആരുടെ അനുവാദമില്ലാതെ കണ്ട് ലങ്കയിങ്കൽ പ്രവേശിച്ച് സീതാദേവിയെ ദർശിച്ച് രാവണന്റെ പുരോഭാഗത്ത് പോയിട്ട് രാവണനെ ഉപദേശിച്ച് ലങ്ക മുഴുവൻ ചുട്ട് ദഹിപ്പിച്ച് വന്നിട്ടുള്ള ആള് ശ്രീ ഹനുമാന. അതുകൊണ്ട് ഏറ്റവും മുമ്പിൽ പോവാൻ ഏറ്റവും യോഗ്യൻ ഹനുമാന. മുമ്പേ പോയിട്ടുള്ള ആളാന്ന് മാത്രമല്ല സൈന്യങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ വരണ കാണുമ്പോ രാക്ഷസന്മാര് അതാ ഓരോന്നായിട്ട് എണീച്ച് പുറപ്പെടുന്നുണ്ട്. ആ കാണല്ല ഓരോ ശബ്ദമൊക്കെ കേട്ടാ രാക്ഷസന്മാരൊക്കെ അവിടുന്ന് പുറപ്പെടുക. നോക്കുക, ആരാ വരണത്, എന്താ അവിടെ ബഹളം? നോക്കുമ്പോ ഏറ്റവും മുമ്പിൽ ആരെയാ കാണുക? ശ്രീ ഹനുമാനെയാ കാണുക. ശ്രീ ഹനുമാനെ കണ്ടു